ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മുടെ നോമ്പുറ വഴിയിൽ വെച്ചാണ് കേട്ടോ. അതൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഇസ്മായിൽ ബ്രോ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പോണ വഴിക്ക് തന്നെ വഴിയിൽ വെച്ച് തന്നെ ബാങ്ക് കൊടുത്തു. അപ്പോൾ നെയ്സ് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളവും ലബണും കുറച്ച് കേക്കും ഒക്കെ വാങ്ങി കാറിൽ വെച്ച് അവിടെ നിന്നിട്ടാണ് കേട്ടോ നമ്മുടെ നോമ്പുറ. ഇന്നത്തെ വണ്ടിയിൽ ഫുള്ള് പെട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇനിയിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം ഇതൊക്കെ ചുറ്റി ഈ നെയിം ബോർഡൊക്കെ അങ്ങോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 10:30-ക്കാണ് കേട്ടോ. ശ്രീലങ്ക എയർലൈൻസ് ആണ്. സംഗതി 3 മണിക്കൂർ മുമ്പ് എത്തിയാൽ മതി, പക്ഷെ നമ്മൾ ഏകദേശം 4 മണിക്കൂർ മുമ്പ് തന്നെ എത്തി. ലഗേജൊക്കെ വെയിറ്റൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തി അതൊക്കെ റോൾ ചെയ്ത് പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഫുഡ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റൊക്കെ നോക്കി, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റായിരുന്നു. നമ്മൾ പെട്ടിയൊക്കെ അങ്ങോട്ട് റോൾ ചെയ്തു. അതിൻ്റെ അടുത്ത് തന്നെയുള്ള പെർഫ്യൂം ഷോപ്പിലും കയറി കണ്ട പെർഫ്യൂമൊക്കെ മുറിഞ്ച് അടിച്ച് അവിടെ തന്നെയുള്ള നമ്മളുടെ സ്വന്തം അൽബേക്കിൽ കയറി അൽബേക്കൊക്കെ വാങ്ങി നോമ്പ് തുറക്കാനുള്ള പ്ലാനാണ് കേട്ടോ. നമ്മൾ ഫിഷ് നഗറ്റ്സാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഫിഷ് കഴിഞ്ഞു പോയി. അങ്ങനെ ചിക്കൻ നഗറ്റ്സും വാങ്ങി ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് നോമ്പ് തുറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ടില്ലേ, വിശാലമായ സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ദമ്മാം എയർപോർട്ടിൽ സുഖസുന്ദരമായി നമുക്ക് ഏത് മൂലയ്ക്ക് പോയിട്ട് വേണമെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റുകളുടെ വ്യൂ പോയിൻറ്റിലൊക്കെ പോയി ഇരുന്ന് സ്വസ്ഥമായി ചിക്കൻ നഗറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മളുടെ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടോ. ശ്രീലങ്ക എയർലൈൻസിൻ്റെ ഗേറ്റ് ഓപ്പണാക്കി നേരെ ചെന്ന് ബോർഡിംഗ് പാസ് കൊടുത്ത് നമ്മളുടെ ഇസ്മായിൽ ബ്രോനെ അങ്ങോട്ട് യാത്രയായി. ആളുടെ ഒരു സന്തോഷം കണ്ടില്ലേ, നാട്ടിൽ പോകാൻ സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഉഗ്രൻ ടാറ്റ കിട്ടും നമുക്ക്. ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ, എന്നാൽ ശരി.